PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 8/2/2025 നമ്മുടെ 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, അത് 4ാം ഘട്ടം നടന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള എക്സാം അനാലിസിസും കട്ട് ഓഫ് അനാലിസിസും ഒക്കെ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം 31,11,537 അപേക്ഷകളാണ് PSCക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിന്നും കോമൺ ആയിട്ട് ഏകദേശം 9 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് കൺഫേം ചെയ്യാനുള്ള അവസരം നൽകിയിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ 7,60,000 പേരാണ് കൺഫേം ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരെ 4 ഘട്ടമായിട്ട് തിരിച്ചിട്ടാണ് ഈ പരീക്ഷ നടന്നിരുന്നത്. അതിൻ്റെ അവസാനത്തെ ഘട്ടം അല്ലെങ്കിൽ 4ാം ഘട്ടമാണ് ഇന്നിപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ മറ്റ് 3 ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് ഇന്നത്തെ പരീക്ഷയ്ക്ക് ഒരു ചാൻസ് കൊടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഏകദേശം 1,91,000 ഉദ്യോഗാർത്ഥികൾക്കാണ് ഇന്ന് പരീക്ഷ എഴുതേണ്ടിയിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഇതായിട്ടുള്ളത് സെക്രട്ടേറിയറ്റ്, അതുപോലെ PSC, പിന്നെ ഓഡിറ്റ്, നിയമസഭ അവിടങ്ങളിലേക്കൊക്കെയുള്ള അവർക്കാണ് ഈ OA സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞ പരീക്ഷ. പിന്നെ ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷ, പിന്നെ സ്റ്റോർ കീപ്പർ, പിന്നെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, അതുപോലെ പ്യൂൺ, റൂം അറ്റൻഡൻറ്റ്, അങ്ങനെ എല്ലാം കൂടിയുള്ള കുറേ പോസ്റ്റുകൾക്ക് ഒരുമിച്ചിട്ടാണ് ഈ 10th കോമൺ പ്രിലിമിനറി എക്സാം നടത്തിയിരുന്നത്. അപ്പോൾ LDC പരീക്ഷയുടെ തുടർച്ചയായിട്ട് ഈ പരീക്ഷ നടക്കണതിനാൽ അതുകൊണ്ട് തന്നെ LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ ഈ പരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതാൻ സാധിച്ചു. അതുപോലെ അപേക്ഷകരുടെ എണ്ണം കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് തസ്തികകളുടെ എണ്ണവും അത്ര അധികമില്ല. അതുകൊണ്ട് കട്ട് ഓഫ്, പൊതുവേ പറഞ്ഞാൽ കട്ട് ഓഫ് കൂടാൻ തന്നെയാണ് ഈ പരീക്ഷകൾക്കെല്ലാം സാധ്യത. ഇനി അതിൽ തന്നെ ഈ 2 പരീക്ഷകൾ, അതായത് ലാബ് അസിസ്റ്റൻറ്റ് ഹയർ സെക്കൻഡറിക്കും പിന്നെ സെക്രട്ടേറിയറ്റ് OAക്കുമാണ് വേക്കൻസി കൂടുതലുള്ളത്. അപ്പോൾ അതിന് മാത്രമാണ് കൂടുതൽ അപേക്ഷകരെ മെയിൻ പരീക്ഷയ്ക്ക് ഇരുത്തേണ്ടത്. കാരണം കട്ട് ഓഫ് കുറച്ച് കുറയാനുള്ള സാധ്യത കാണുന്നത്. ഈ പരീക്ഷയുടെ മുൻപിലത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന്, അതായത് പല ജില്ലകൾക്കായിട്ടാണല്ലോ. അപ്പോൾ 2019 അവസാനമായിട്ടും 2020 ആദ്യമായിട്ടുമാണ് ലിസ്റ്റ് പല ജില്ലകളിൽ നിലവിൽ വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാലാവധി 2022 അവസാനമായിട്ടും 2023 ആദ്യമായിട്ടും തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. അപ്പോൾ ആ മുൻ കാലാവധി പൂർത്തിയാക്കിയ മുൻ ലിസ്റ്റിൽ നിന്നും ഏകദേശം 788 പേർക്കാണ് നിയമനം നടന്നത് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നടന്ന പരീക്ഷയുടെ എക്സാം അനാലിസിസിലേക്കും കട്ട് ഓഫ് അനാലിസിസിലേക്കും കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. പിന്നെ കഴിഞ്ഞ പരീക്ഷയേക്കാൾ കുറച്ചും കൂടെ അതായത് ടഫായിരുന്നു. എന്നാലും പൊതുവേ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ഇതിലിപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിച്ചതെന്ന് പറയാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം കുറച്ച് പാട് തന്നെയായിരുന്നു. പിന്നെ സയൻസ് അത്യാവശ്യം നല്ല പൊതുവേ ഈസി ആയിട്ട് തന്നെയാണ്. പിന്നെ മാത്സ് 1-2 ഒഴിച്ച് കഴിഞ്ഞാൽ പൊതുവെ കുഴപ്പമില്ലാത്ത 1-2 കുറച്ച് ആലോചിച്ച് ഉത്തരം എഴുതേണ്ട ടൈപ്പുണ്ട്, ഉത്തരം കണ്ടുപിടിക്കേണ്ട ടൈപ്പുണ്ട്. ബാക്കി പൊതുവെ കുഴപ്പമില്ല. പിന്നെ GK ജനറൽ നോളജിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞതിനേക്കാളൊക്കെ ടഫാണ്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും കുറച്ചൊക്കെ ടഫ് തന്നെയാണ്. അപ്പോൾ ഒരുവിധം പഠിച്ചവർക്കൊക്കെ പരീക്ഷ അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ആദ്യത്തെ ഭാഗം പൊതുവിജ്ഞാനം, ആനുകാലികം, കേരള ഫാക്ട്സ്, ഇതെല്ലാം കൂടെ 60-ലാണല്ലോ മാർക്ക്. അപ്പോൾ അതിന് ഒരു ശരാശരി പഠിച്ചൊരു കുട്ടിക്ക് ഏകദേശം 35 മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ജനറൽ സയൻസിനാണെങ്കിൽ 20-ൽ 14 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ഈ ലഘുഗണിതം, മാനസിക ശേഷി, പിന്നെ നിരീക്ഷണ പാടവ പരിശോധന, അതിനെല്ലാം കൂടെ ഒരു 15 മാർക്കോളം അതിനും സ്കോർ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാത്സ് 1-2 ചോദ്യം വെച്ച് ബാക്കിയൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 35
15 50ആയി. 50ഉം 14 64. അപ്പോൾ 64 മാർക്കാണ് നമുക്ക് ഇതിൽ കിട്ടണത്. അപ്പോൾ ഏകദേശം കുറച്ചും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ, അതായത് പേപ്പർ വലിയ ടഫില്ലാത്ത കാരണം നമ്മൾ ഏകദേശം ഒന്ന് കൺസിഡർ ചെയ്താൽ ഒരു 64ൻ്റെയും 70ൻ്റെയും ഇടയിൽ കട്ട് ഓഫ് വരാനാണ് ഈ 4ാം ഘട്ടം പരീക്ഷയുടെ സാധ്യത. അപ്പോൾ ഇതിൽ ആകെ കുഴപ്പിച്ചതെന്ന് പറയാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും 60ൽ നിങ്ങൾക്കൊരു 35 മാർക്ക് വരെ ഒരു സാധാരണ രീതിയിൽ പഠിച്ചു പോയൊരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ജനറൽ സയൻസ് ഞാൻ പറഞ്ഞു പൊതുവേ എളുപ്പമായതുകൊണ്ട് നമുക്ക് 20ൽ 14 മാർക്ക് എങ്ങനെയായാലും സയൻസിനും സ്കോർ ചെയ്യാം. പിന്നെ മാത്സ് ആണ്, പിന്നെ അത് ഒരു 15 മാർക്ക് 20ൽ അതിനും സ്കോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 64 മാർക്കാണ് നമുക്ക് കട്ട് ഓഫ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 64ലും 70ൻ്റെയും ഇടയിൽ കട്ട് ഓഫ് മാർക്ക് വരാനാണ് ഈ 4ാം ഘട്ടം അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലെ 10th ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചാൻസ് എന്ന് നമ്മളുടെ ഒരു അഭിപ്രായപ്രകാരം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.